ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനുള്ളത് നെല്ലിമട്ടം എന്ന് പറയുന്ന ഒരു പ്രദേശത്താട്ടോ. കാരണം ഇതൊക്കെ ഒരു എസ്റ്റേറ്റ് മേഖലയാണ്. ഇവിടേക്കും പണ്ട് ഒരുപാട് ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. കാരണം ഇപ്പോൾ ഒരു മനുഷ്യർ ഇവിടെ ഇല്ല കേട്ടോ. കാരണം ഇതിൻ്റെ പുറകിൽ കാണുന്ന പള്ളിക്ക് നല്ല വൃത്തിയിൽ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ സംഭാവനകൾ ചെയ്തിട്ട് നല്ല രീതിയിൽ പരിപാലനം ചെയ്തു വരുന്നുണ്ട്. പക്ഷേ നിസ്കരിക്കാൻ ഇതിനൊന്നും ആൾ വളരെ കുറവാണ്. ഇവിടെ ഈ കാണുന്ന പ്രദേശത്ത് 2-3 ഫാമിലികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബുക്കിംഗ് എസ്റ്റേറ്റിൽ നിന്ന് റീസൈൻ ചെയ്ത് പോയി അടുത്തുള്ള പ്രദേശങ്ങളിൽ വീട് കാര്യങ്ങളൊക്കെയും കെട്ടി അങ്ങോട്ട് മാറിക്കുന്നു. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് ലൈൻസുകൾ താഴോട്ടുണ്ട് കേട്ടോ, അനാഥമായി കിടക്കുന്നു. കാരണം ആരും താമസിക്കാനോ ഒന്നുമില്ല. അപ്പോൾ ദേവരാജ് நீங்கள் எவ்வளோ வருஷம் ஆச்சுங்க? எனக்கு இப்போ வேலை பண்ணுறது எனக்கு 16. ഇതാണ് നെല്ലിമട്ടം എന്ന് പറയുന്ന പ്രദേശത്തിലെ ഗ്രൗണ്ട് കേട്ടോ. ഇവിടേക്കും പണ്ട് വമ്പൻ മാച്ചുകൾ നടന്നിരുന്നൊരു ഗ്രൗണ്ടായിരുന്നു. കാലക്രമേണ ആൾ താമസമില്ലാതെ എല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോയി. കാരണം പേരെന്താ? ശംസുദ്ദീൻ കാ. എത്ര വർഷമായി ഇപ്പം നിങ്ങളിവിടെ? 23 വർഷമായില്ലേ? മാഷാ അല്ലാ. ഇപ്പം ജനങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? ആരുമില്ല, നമ്മുടെ ആൾക്കാർ ഒരു 3 കുടുംബം മാത്രമേ. വെറും 3 കുടുംബം മാത്രമല്ലേ? പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ തിങ്ങി താമസിച്ചിരുന്നു അല്ലേ? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ നിങ്ങൾക്ക് പറയല്ലേ? എന്താ അവസ്ഥ പറയണ, അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ജുമാക്കിലെ ആളൊക്കെ ഉണ്ടാവും കൂടെ? ജുമാക്ക് അവിടെ പിന്നെ കുന്നുമെന്ന് കുറച്ച് ആൾക്കാർ വേണ്ട, ഗാന്ധി കുന്നുമെന്ന് കുറച്ച് ആൾക്കാർ വരും. അപ്പോൾ ഇവിടുത്തെ ഖത്തീബ് അർഷ് വരും അല്ലേ? ഇത് ഇവിടുത്തെ ഹൗലാട്ടോ. പണ്ട് കാലത്ത് നിർമ്മിച്ചതിന് ഇപ്പോഴും ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിലേക്ക് വെള്ളം വരുന്നത് നേരെ മലയുടെ മുകളിൽ നിന്നാണ്. നല്ല തണുത്ത വെള്ളം കേട്ടോ. ഈ വഴി താഴോട്ട് പോകുന്നത് അവിടെ ഒരു 4-5 പാടികളുണ്ട് കേട്ടോ. അതൊക്കെയും പള്ളിൻ്റെ ചുറ്റുവശത്തായിട്ടുള്ള ലൈൻസുകളാണ്. മേലെയും തായും അതിൻ്റെ പുറകിൽ 2-3 കോട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഒരു ലൈൻസ് ആയിരുന്നു. ഇപ്പോൾ പൊളിഞ്ഞതിന് ശേഷം കൊട്ടായി ആക്കിയിട്ടുണ്ടോ. മലയോട് സാമ്യമായി നിൽക്കുന്ന പാടികളാട്ടത്. തായൊരു 5-8 പാടികളുണ്ട് കേട്ടോ. നെല്ലിമട്ട എവിടെ വന്നാലും ഇയാളെ കാണാൻ കഴിയും കേട്ടോ. എന്തൊക്കെ സുരേഷ് ചേട്ടാ എന്താ പറയല്ലേ? ഈ പണി ഡ്രസ്സിലാണ് ഞങ്ങളെ വാട്സപ്പും ഫേസ്ബുക്കിലും ഇതൊക്കെ ഒരു ഓർമ്മകളല്ലേ? ഇപ്പൊ പണി കഴിഞ്ഞ് വരിക? പണി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ചോറും ഇതൊക്കെ ഞാൻ കൊണ്ടുവരില്ല, ഇവിടുന്ന് വീട്ടിൽ നിന്ന് കഴിക്കില്ല. വീട്ടിൽ നിന്ന് കഴിക്കില്ല. വരി ചോറ് വിട്ടു പിന്നെ. ഈ കാണുന്നതാണ് നെല്ലിമട്ടം ടൗണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫാക്ടറിയും അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ കട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല വീഡിയോകളുമായി കാണാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ.